എല്ലാവർക്കും ക്രിസ്തുവേശുവിന്റെ നാമത്തിൽ സ്നേഹവന്ദനം. ഉൽപ്പത്തി പുസ്തകം 19-ാം അധ്യായം. സോദോം ഗൊമോറെ. ഒരു ദേശത്തിൻ്റെ ദുരന്ത കഥ എന്ന് വേണമെങ്കിൽ നമുക്ക് ഈ അധ്യായത്തിന് പേര് നൽകാവുന്നതാണ്. ഇതിന് തൊട്ടു മുമ്പുള്ള അധ്യായത്തിൽ അബ്രഹാം പിതാവ് ദൈവത്തെയും കൂടെ ഉണ്ടായിരുന്ന 2 ദൂതന്മാരെയും മമ്രയുടെ തോപ്പിൽ വെച്ച് സ്വീകരിക്കുകയും അവർക്ക് ഭക്ഷണം നൽകി ഉപചാരപൂർവം അതിഥികളായി സ്വീകരിക്കുന്ന ഒരു മനോഹരമായ ഒരു ചിത്രീകരണമാണ് ഇതിന് തൊട്ടു മുമ്പുള്ള 18-ാം അധ്യായത്തിൽ വന്നത്. അതിനുശേഷം ദൈവത്തോടൊപ്പം ഉണ്ടായിരുന്ന 2 ദൂതന്മാർ അബ്രഹാമിനെ വിട്ടിട്ട് പോയത് ഈ സോദോം എന്ന സ്ഥലത്തേക്കാണ്. സോദോമും ഗോമറയും എല്ലാം ഈ സ്ഥലങ്ങളൊക്കെ നാം പരിഗണിക്കുമ്പോൾ അബ്രഹാം താമസിച്ചിരുന്നത് അതിന് തൊട്ട് ഇടതുവശത്തായിട്ട് മാപ്പിൽ നോക്കുകയാണെങ്കിൽ പടിഞ്ഞാറ് വശത്തായിട്ട് കനാൻ ദേശത്താണ്. ഈ സ്ഥലങ്ങളെല്ലാം നോഹയുടെ മക്കളായ ഷേം, ഹാം, യാഫേത്തൊക്കെ അവരുടെ സന്തതി പരമ്പരകളാണ് ഈ നാടുകളിലൊക്കെ അവിടെ ജീവിച്ചിരുന്നത്. അതെല്ലാം മാതാവുമായിട്ടുള്ള ഡയറക്റ്റ് ലിങ്കും ഉണ്ട്. അതുകൊണ്ട് ഇന്ന് 2026-ൽ നമ്മളിങ്ങനെ ഇരുന്ന് ഇറാനിൽ ആരൊക്കെയായിരുന്നു ആദിമകാലത്ത്, തുർക്കിയിൽ ആരൊക്കെയായിരുന്നു, സിറിയയിൽ ആരൊക്കെയായിരുന്നു എന്നൊക്കെ ഈ തല കീഴ് അങ്ങനെയൊക്കെ പറഞ്ഞ് നമ്മൾ പരിശോധിക്കുമ്പോൾ ഇതെല്ലാം ആദാമിൻ്റെ ഹവ്വയുടെയൊക്കെ സന്തതി പരമ്പരകളിലുള്ള എന്തെങ്കിലുമൊക്കെ കണക്ഷൻ നമുക്ക് കണ്ടുപിടിക്കുവാൻ ഒക്കുമോ എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ്. അങ്ങനെ ഇവർ സോദോം പട്ടണത്തിലേക്ക് പോവുകയാണ്. സോദോം ഗോമറ എന്നുള്ള പേര് കേൾക്കുമ്പോൾ തന്നെ ചരിത്രത്തിൽ നമുക്ക് വളരെ മോശമായ 2 പട്ടണങ്ങളെന്നാണ്. പട്ടണത്തിൻ്റെ വാതിൽക്കൽ തന്നെ ലോത്ത്, അബ്രഹാമിൻ്റെ സഹോദരപുത്രനായ ലോത്ത് ഇരിപ്പുണ്ടായിരുന്നു. ലോത്ത് അബ്രഹാമിൽ നിന്നും അവകാശമൊക്കെ 2ആയിട്ട് അവർ സെപ്പറേറ്റ് ചെയ്ത് പോയതാണ്. ലോത്ത് ഈ പുരുഷന്മാരെ മാലാഹമാർ എന്ന് വിളിക്കാമോ എന്ന് എനിക്കറിയത്തില്ല, എന്തായാലും ഞാനങ്ങനെ വിളിക്കുകയാണ്. ഐ ബിലീവ് ഇൻ ഗോഡ് ആൻഡ് ഐ ബിലീവ് ഇൻ ഏഞ്ചൽസ്, സോ ഐ വുഡ് പ്രിഫർ ടു കോൾ ദം ഏഞ്ചൽസ്. ആൻഡ് ലോട്ട് റിസീവ്ഡ് ദം വെൽ, ഗേവ് വണ്ടർഫുൾ ഹോസ്പിറ്റാലിറ്റി. വാ, നമുക്ക് വീട്ടിലേക്ക് പോകാം, അവിടെ ഭക്ഷണം തരാം, അവിടെ താമസിക്കാം എന്നെല്ലാം വളരെ സ്നേഹപൂർവ്വം ഉപചാരപൂർവ്വം അവരെ ക്ഷണിക്കുകയാണ്. എന്നാൽ ആ ദൈവപുരുഷന്മാർ പറയുന്നു, വേണ്ട, ഞങ്ങൾ വീതിയിൽ തന്നെ പാർത്തുകൊള്ളാം, സ്ട്രീറ്റിൽ തന്നെ എവിടെയെങ്കിലും സ്ഥലം കണ്ടെത്തിക്കൊള്ളാം. എന്നാൽ ആ സ്ഥലത്ത് സംഭവിക്കാവുന്ന അപകടത്തെ പറ്റി സ്ഥലത്ത് കുറച്ച് നാളായി താമസിക്കുന്ന ലോത്തിന് നല്ല വ്യക്തത ഉണ്ടായതുകൊണ്ട് ഒരുപക്ഷെ അവരെ നിർബന്ധിച്ച് ഭവനത്തിലേക്ക് കൊണ്ടുപോയിരിക്കും. അവിടെ പുളിപ്പില്ലാത്ത അപ്പമൊക്കെ അവർക്ക് കൊടുക്കുകയാണ്. ലോത്തിൻ്റെ ഭാര്യയുണ്ട്, 2 പെൺമക്കളുണ്ട്. പുളിപ്പില്ലാത്ത അപ്പം, അൺലീവൻഡ് ബ്രെഡ്, വേദപുസ്തകത്തിൽ വളരെയധികം പ്രാധാന്യമുള്ള ഒരു പ്രതീകമാണ്, ഒരു പ്രത്യേക ഒരു നിമിത്തമാണ്. കാരണം അപ്പം മാവ് പുളിക്കുവാൻ സമയമില്ലാതെ തിടുക്കത്തിൽ നടക്കുന്ന കാര്യങ്ങളുടെ മുന്നോടിയായിട്ടാണ് ഈ പുളിപ്പില്ലാത്ത അപ്പം. പെസഹായുടെയൊക്കെ രാത്രിയിൽ തിടുക്കത്തോടുകൂടി നിങ്ങൾ ഭക്ഷിക്കുക, ഇത് യഹോവയുടെ പെസഹ ആകുന്നു എന്നൊക്കെ പറയുന്ന സന്ദർഭങ്ങൾ. അവിടെ അവർക്ക് വിരുന്ന് നൽകി രാത്രിയിൽ വിശ്രമിക്കാനുള്ള സമയത്താണ് സോദോം അതിൻ്റെ തനി നിറം കാണിക്കുന്നത്. യുവർ ക്യാരക്ടർ ഈസ് വാട്ട് യു ആർ ഇൻ ദ ഡാർക്ക് എന്ന പേഴ്സണാലിറ്റി ഡെവലപ്മെൻറ്റിൻ്റെ വളരെ ശക്തമായ ഒരു യൂസേജ് ഉണ്ട്. പഴയ ഒരു ഉദാഹരണം പറയുമ്പോൾ ഒരു 10-30 വർഷങ്ങൾക്ക് മുമ്പുള്ള ഒരു സംഭവം പറഞ്ഞു കഴിഞ്ഞാൽ കുറേ പേർക്കൊക്കെ അത് മനസ്സിലാവും. നമ്മൾ ഈ സിനിമയൊക്കെ കാണാൻ വേണ്ടി തിയേറ്ററിലോട്ട് പോകുമ്പോൾ അന്നൊക്കെ എന്ന് പറഞ്ഞാൽ ഈ ഡയറക്റ്റ് ഇൻവേർട്ടറുമായിട്ടോ ജനറേറ്ററുമായിട്ടോ ഒന്നും കണക്റ്റഡ് അല്ല. അതുകൊണ്ട് ഇടയ്ക്കിടയ്ക്ക് കറണ്ട് പോവുക എന്നുള്ളൊരു കലാപരിപാടി ഉണ്ടായിരുന്നു. ഇന്ന് അങ്ങനെയൊന്നും കറണ്ടൊന്നും പോകുന്നില്ല. എനിക്കൊന്ന് ഡയറക്റ്റ് ഇൻവേർട്ടറുമായിട്ട് കണക്ട് ചെയ്തിരിക്കുകയാണ്. കറണ്ട് പോയ ആ സമയത്ത് തന്നെ പവർ റിസ്റ്റോർ ചെയ്യും. അപ്പോൾ ഈ കറണ്ട് അങ്ങോട്ട് പോകുമ്പോൾ പെട്ടെന്ന് സ്ക്രീൻ ഇല്ലാതെയാകും, ആ ഹോള് മൊത്തം ഇരുട്ടാണ്. അപ്പോൾ പലരും പ്രത്യേകിച്ച് ചെറുപ്പക്കാരും, ഞാനും ചെയ്തിട്ടുള്ളൊരു കുറ്റസമ്മതോടാണ്, നമ്മളങ്ങ് കൂവും. സിനിമാ തിയേറ്ററിൽ കറണ്ട് പോകുമ്പോൾ കൂവുന്ന നമ്മളുടെ യുവത്വം. കുറച്ച് കഴിയുമ്പോൾ ഒരു എമർജൻസി ലൈറ്റ് പോലൊരു ലൈറ്റ് അങ്ങോട്ട് വെളിച്ചം കാണും. അവൻ പെട്ടെന്ന് എല്ലാവരും അങ്ങ് മാന്യരായി. എന്നിട്ട് ആരടാ കൂവി. തിരുവല്ലയിൽ നിന്ന് കോട്ടയത്തോട്ട് പോകുന്ന വഴിക്ക് കോട്ടയത്ത് റെയിൽവേ സ്റ്റേഷന് തൊട്ട് മുമ്പുള്ള 2 ടണലിലും ഇതുപോലെ സംഭവം ഉണ്ടായിരുന്നു, ഞാൻ ഓർക്കുന്നുണ്ട്. പകൽ വെളിച്ചത്തിൽ ട്രെയിൻ പോകുമ്പോൾ പെട്ടെന്ന് ഇരുട്ട് വരും. അപ്പോൾ ഇരുട്ട് വരുമ്പോൾ നമ്മുടെ യഥാർത്ഥ തനി ഗുണം പുറത്ത് വരും.
നമ്മൾ പഴയ കുരങ്ങന്മാരുമായിട്ടുള്ള കണക്ഷനും നമ്മൾ കൂവലും വേണ്ടാത്ത കാര്യങ്ങളൊക്കെ ഇങ്ങനെ ചെയ്യുകയാണ്. ഇതാ സോതോമിലെ ജനം ആബാലവൃദ്ധം. വേദപുസ്തകത്തിലെ റെക്കോർഡ് ചെയ്യപ്പെടുമ്പോൾ അതിലെ ഓരോ വാക്കിനും അതിൻ്റെതായ അർത്ഥമുണ്ട്. ആബാലവൃദ്ധം, സോതമൈറ്റ്സ് സറൗണ്ടഡ് ലോട്ട്സ് ഹോം. അവര് വലിയൊരു പാപം ചെയ്യുവാൻ പുരുഷന്മാരായി അതിഥികളെ വിട്ടുതരിക അവരുടെ ഒരു തൃഷ്ണയ്ക്ക് ഉപയോഗിക്കുവാനായി. എന്നാൽ ലോത്ത് സമ്മതിക്കുന്നില്ല. ലോത്ത് അവിടെ ഒരു എക്സ്ട്രാ ഓർഡിനറി സജഷനാണ്, ഓപ്ഷനാണ് കൊടുക്കുന്നത്. ഈ പുരുഷന്മാർ എൻ്റെ അതിഥികളാണല്ലോ, എൻ്റെ കന്യകകളായ 2 പെൺമക്കളുണ്ട്, അവരെ നിങ്ങൾ എടുത്തോളൂ. മൈൻഡ് യു, ഇതൊന്നും 2026 നമ്മൾ ചിന്തിക്കുന്ന ഒരു പെൺമക്കളുള്ള ഒരു പിതാവിന് സ്വപ്നത്തിൽ പോലും ഊഹിക്കാൻ പോലും ഒക്കാത്ത കാര്യങ്ങളാണ്. നമ്മൾ വേദപുസ്തകമായാലും സ്റ്റോറി ഓഫ് സിവിലൈസേഷൻ ആയാലും ഇത് കഥയായാലും സംഭവമായാലും വിശ്വാസമായാലും ഇതൊക്കെ 2026 കോണ്ടസ്റ്റിൽ ഹൈൻസൈറ്റിൻ്റെയും ചരിത്രപരമായ പഠനങ്ങളുടെയും ശാസ്ത്ര സാങ്കേതിക വിദ്യയുടെയും വെളിച്ചത്തിൽ നാം പഠിക്കുമ്പോൾ അന്നത്തെ സാമൂഹിക സാഹചര്യം 4000 വർഷങ്ങൾക്ക് മുമ്പുണ്ടായിരുന്ന സാമൂഹിക സാഹചര്യം നാം എത്രയൊക്കെ എന്തൊക്കെ AI വെച്ച് അനലൈസ് ചെയ്താലും അത് നമുക്ക് പൂർണ്ണമായിട്ട് മനസ്സിലാകത്തില്ല എന്നുള്ള ഒരു പരിമിതിയിൽ വേണം ചരിത്രം, പ്രത്യേകിച്ച് ഏൻഷ്യൻ ഹിസ്റ്ററി പഠിക്കുവാൻ. സോ അവർ വരുന്നു. ലോത്ത് ഒരു എക്സ്ട്രാ ഓർഡിനറി ഓഫർ കൊടുക്കുന്നു. എൻ്റെ മക്കളെ എടുത്തോ, എൻ്റെ പെൺമക്കളെ എടുത്തോ. എന്നാൽ അവർക്ക് വേണ്ട, അവർക്ക് ആണുങ്ങളെ തന്നെ മതി. ഇതൊക്കെ വൈകൃതങ്ങളുടെ അങ്ങ് എക്സ്ട്രീം ലിമിറ്റാണ്. എന്നിട്ട് ലോത്തിൻ്റെ മേലെ അവർ ചൂടാകുകയാണ്. നീ പരദേശിയായിട്ട് ഇവിടെ ഞങ്ങളുടെ വല്ലയിടത്തുനിന്നും വന്നവൻ, നീ ഞങ്ങളെ ന്യായം വിധിക്കാൻ വന്നോടാ. പലയിടത്തും കേൾക്കുന്നതാണ്. നമ്മൾ ചില സമൂഹങ്ങളിലൊക്കെ ചെന്ന് ചില ന്യായമായ കാര്യങ്ങൾ നമുക്ക് തോന്നുന്ന കാര്യങ്ങളൊക്കെ പറയുമ്പം, നീ ആരാടാ വല്ലയിടത്തുനിന്നൊക്കെ വന്നവൻ, ഞങ്ങളുടെ ഇവിടെ ഗ്രൂപ്പിൽ വന്ന് നീ ആരാടാ കിടന്ന് കളിക്കാനെന്ന് എല്ലാ കാലത്തും മനുഷ്യൻ പറയാറുള്ള കാര്യമാണ്. ഈ 2 മനുഷ്യർ പെട്ടെന്ന് കാര്യം മനസ്സിലായി. അവർ ദൈവപുരുഷന്മാരാണ്. ലോത്തിനെ വിളിച്ചകത്ത് കൊണ്ടുപോയി മുറിയിൽ കയറിയിരുന്നു. അത് കഴിഞ്ഞ് മക്കളെയും കൊണ്ട് രക്ഷപ്പെട്ടോളാൻ പറഞ്ഞു. മരുമക്കളാകുവാൻ വേണ്ടി ഒരു വുഡ് ബി ഇൻലോസ് ഉണ്ടായിരുന്നു. ഈ പെൺമക്കളെ കല്യാണം കഴിക്കാൻ പറഞ്ഞു വെച്ചിരുന്നവർ, അവരോട് പറയാൻ പറഞ്ഞു. അവരോട് ഇവർ ചെന്ന് ലോത്തൊക്കെ പറഞ്ഞപ്പോൾ അവർ ചിരിച്ചു. അവർ കളവ് പറയുന്നു, കളി പറയുന്നു എന്ന് പറഞ്ഞ് ചിരിക്കുകയും ഉണ്ടായി. കാരണം ആരും വിശ്വസിച്ചില്ല. നമുക്ക് രക്ഷപ്പെടണമെന്ന് പറഞ്ഞു. പിറ്റേ ദിവസം രാവിലെയായി, ഉഷസ്സായി. ലോത്തിനോടൊക്കെ നഗരം വിട്ട് പോയിക്കോളാൻ പറഞ്ഞു. എന്നാൽ കുറച്ച് കഴിഞ്ഞങ്ങോട്ട് കാര്യങ്ങൾ അങ്ങോട്ട് നീങ്ങുന്നില്ല, ഉഷാറാകുന്നില്ല. പക്ഷേ സംതിങ് വുഡ് ഹാപ്പൻ. ദ ഏഞ്ചൽസ്, ദ മെൻ ഓഫ് ഗോഡ് ന്യൂ ഇറ്റ്. ആൻഡ് അവർ ലോത്തിനെയും കുടുംബത്തെയും കൈക്ക് പിടിച്ച്, ദൈവപുരുഷന്മാർ കൈ പിടിച്ച് നിന്നെ വരുവാനുള്ള ആപത്തിൽ നിന്നും പുറത്തേക്ക് കൊണ്ടുപോകുന്ന എത്രയെത്ര അനുഭവങ്ങൾ ഓരോ വ്യക്തിയുടെയും ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ട്. ജീവരക്ഷയ്ക്കായിട്ട് ഓടുക, നീ പർവ്വതങ്ങളിലേക്ക് ഓടുക, പുറകോട്ട് നോക്കരുത്, നിൽക്കരുത്, നീ പർവ്വതത്തിലേക്ക് ഓടുക. ലോത്തിന് വയ്യ. ലോത്ത് ആകപ്പാടെ ശാരീരികമായും മാനസികമായും എല്ലാം തളർന്നു. ഇതെല്ലാം കണ്ടും കേട്ടു വരുന്നു. ലോത്ത് പറഞ്ഞ്, എനിക്കിപ്പം പർവ്വതത്തിലേക്കൊന്നും പോകാനൊക്കത്തില്ല, ഞങ്ങൾ അടുത്തുള്ള ഒരു പട്ടണത്തിൽ പോയിക്കോളാം. അവസാനം ഏഞ്ചൽ പറഞ്ഞ്, ശരി, എവിടെയെങ്കിലും പോയെങ്കിൽ രക്ഷപ്പെട്. സോവർ എന്ന് പറയുന്ന ആ പട്ടണത്തിലേക്ക് ലോത്തും കുടുംബവും ഒരു സേഫ് പൊസിഷനിൽ ചെന്നു. സൂര്യൻ ഉദിച്ചു, നീതിയുടെ സൂര്യൻ ഉദിച്ചു. സോദോമിനും ഗോമറയും നശിപ്പിക്കപ്പെട്ടു. ഗന്ധകവും തീയും ഇറങ്ങി വന്ന് അതിനെ നശിപ്പിച്ചു കളഞ്ഞു. ലോത്തിന്റെ ഭാര്യ ഓടുന്നതിൻ്റെ ഇടയിൽ തിരിഞ്ഞു നോക്കരുതെന്ന് പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്. നീ വിട്ടുപോകുന്ന നാശപട്ടണത്തിനെ നീ തിരിഞ്ഞു നോക്കിയ ലോത്തിന്റെ ഭാര്യ ഉപ്പ് തൂണായി മാറിയിരിക്കുകയാണ്. ഇതൊക്കെ മനസ്സിലൊന്ന് കാണണം. ലോത്തിനെ വിഷ്വലൈസ് ചെയ്യുക. ലോത്തിന്റെ ഭാര്യയ്ക്ക് സംഭവിച്ചത്, ലോത്തിന്റെ പെൺമക്കൾ, ഇവരെ രക്ഷപ്പെടുത്തുവാൻ ശ്രമിക്കുന്ന ദൈവപുരുഷന്മാർ, ഒരു പട്ടണം കത്തി എരിയുന്നു. ഇതാ കുറച്ച് കിലോമീറ്ററുകൾ മാറി അപ്പുറത്തെ സൈഡിൽ നിന്ന് ഫാദർ അബ്രഹാം പിതാവ് നെടുവീർപ്പോടുകൂടി പുക ഉയരുന്നത് കാണുകയാണ്. പിന്നീട് അവർ കുറച്ച് നാൾ സോവർ എന്ന് പറയുന്ന പട്ടണത്തിൽ താമസിച്ചു. അതിനുശേഷം അവർ പർവ്വതത്തിലേക്ക് മാറിപ്പോയി. അവിടെ ഒരു ഗുഹയിൽ അപ്പനും 2 പെൺമക്കളുമേ ഉള്ളായിരുന്നു.
അപ്പോൾ പെൺമക്കൾക്ക് മക്കളെ വേണമെന്നുള്ള ആഗ്രഹം വന്നു. ഇതൊക്കെ 4000 വർഷങ്ങൾക്ക് മുമ്പുള്ള പ്രാക്ടീസ് ആണെന്ന് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് ഏറ്റവും അത്യാവശ്യമാണ്. വേദപുസ്തകം പഠിക്കുമ്പോൾ, ചരിത്രം പഠിക്കുമ്പോൾ ഞാൻ വീണ്ടും വീണ്ടും അത് ഓർപ്പിക്കുകയാണ്. അപ്പന് അവർ വീഞ്ഞു കൊടുത്ത് അപ്പനെ മയക്കി. അതിൽ നിന്നും 2 പെൺമക്കളും ഓരോ രാത്രിയിൽ അപ്പൻ്റെ കൂടെ ശയിച്ച് മക്കളെ ഉൽപ്പാദിപ്പിച്ചു. ഒന്നാമത്തവൾ, മൂത്തവളുടെ മകൻ മോവാബാണ്, മോവബൈറ്റ്സ് എന്ന് പറയുന്ന. പിന്നീട് രൂത്ത് പോലും, രൂത്തിൻ്റെയൊക്കെ സമയത്ത് മോവബൈറ്റ് ക്ലാനും ഒക്കെ വീണ്ടും പ്രസക്തമാകുന്നുണ്ട്. രണ്ടാമത്തേത് അമ്മോന്യരുടെ പിതാവായ ബെൻ അമ്മി. വളരെയധികം പ്രസക്തമായ ഒരു അധ്യായമാണ് ഉൽപ്പത്തി പുസ്തകം 19-ാം അധ്യായം. ഇതൊരു ദേശത്തിൻ്റെ കഥയാണ്. സോദോം ഗോമറ എന്ന് കേൾക്കുമ്പോൾ തന്നെ അതൊരു ഇമ്മോറാലിറ്റിയുടെ കഥയാണ്, ഒരു നാശത്തിൻ്റെ കഥയാണ്. ലോത്തിന്റെ ഭാര്യ ഉപ്പുതൂണായി. യേശുക്രിസ്തു പിന്നീട് പറയുന്നുണ്ട്, അന്ത്യകാലത്തെ പറ്റിയൊക്കെ പറയുമ്പോൾ, ലോത്തിന്റെ ഭാര്യയെ ഓർമ്മിച്ചു കൊള്ളുക. ചരിത്രത്തിൽ എന്നേക്കുമായിട്ട് നസറേയനായ യേശു പറഞ്ഞതാണ്. പ്രിയമുള്ളവരെ, ഞാൻ ജീവിക്കുന്ന ദേശം, ഞാൻ തിരുവല്ലക്കാരനാണ്, കുറ്റപ്പുഴക്കാരനാണ്. നിങ്ങളൊക്കെ ഓരോ ദേശത്ത്, ലോകത്തിന്റെ പല ഭാഗത്തായിട്ടാണ്. നിങ്ങളുടെ ദേശത്തെ പറ്റിയോ ഞാൻ തിരുവല്ലക്കാരനാണ് എന്ന് ഒരു അന്യനാട്ടിൽ ചെന്ന് ഞാൻ പറയുമ്പോൾ അതിനെപ്പറ്റിയുള്ള ജനത്തിൻ്റെ പ്രതികരണം എന്തായിരിക്കും? ഓ, നസറത്തിൽ നിന്നും വല്ല നന്മയും വരുമോ എന്ന് നഥാനിയേൽ പിന്നീട് ചോദിക്കുന്നുണ്ട്. എൻ്റെ ദേശം, ഞാൻ ജീവിക്കുന്ന ദേശം, ഞാനൊരു നീതിമാനാണോ? എനിക്ക്, എൻ്റെ സഭയ്ക്ക്, എൻ്റെ കൂട്ടായ്മയ്ക്ക്, എൻ്റെ പ്രാർത്ഥനാ യോഗത്തിന് ഈ ദേശത്തെ ക്വാളിറ്റേറ്റീവായിട്ട് മാറ്റം വരുത്തുവാൻ സാധിക്കുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളത് വളരെ പ്രസക്തമായ ചോദ്യമാണ്. 10 നീതിമാന്മാരുണ്ട്, ഒരു ദേശം ദൈവം രക്ഷിക്കും. വേദപുസ്തകം അതിന് ഉറപ്പ് നൽകുന്നു. ദേശത്തിൻ്റെ നാശം, സംസ്കാരത്തിൻ്റെ നാശം. അർണോൾഡ് ജോസഫ് ടോയിൻബി എന്ന മഹാനായ ചരിത്രകാരൻ കഴിഞ്ഞ നൂറ്റാണ്ടിൽ അനേക സംസ്കാരങ്ങളെ പറ്റി പഠിച്ചു. 20 മുതൽ 26 വരെ സംസ്കാരങ്ങളെ പഠിച്ചിട്ട് ചലഞ്ച് ആൻഡ് റെസ്പോൺസ് തിയറിയാണ് ഇതിൻ്റെ നാശങ്ങൾ. എല്ലാ സംസ്കാരത്തിനും ഒരു വെല്ലുവിളി ഉണ്ടാകും, എല്ലാ ദേശത്തിനും ഒരു വെല്ലുവിളി ഉണ്ടാകും. അത് എൻവയോൺമെൻ്റൽ ഫാക്ടേഴ്സ് ആണ്. സൊദോം ഗോമോര നശിക്കാൻ കാര്യം നാച്ചുറൽ ഫിനോമിനയാണെന്ന് ശാസ്ത്രീയമായി വാദിക്കുന്ന വാദമുണ്ട്. നാം 2026 ഇരുന്നാണ് ഇത് പഠിക്കുന്നത്. ശാസ്ത്രത്തിൻ്റെ അറിവിനെ നമുക്ക് വിസ്മരിക്കാനാവില്ല. എന്നാൽ ഫിസിക്കൽ ഫാക്ടേഴ്സ് ഉണ്ട്. എക്സ്റ്റേണൽ എനിമീസിൻ്റെ യുദ്ധം മുഖാന്തരം നശിക്കാം, ക്ഷാമം മുഖാന്തരം നശിക്കാം. എന്നാൽ വളരെ പ്രധാനപ്പെട്ട ഒരു നാശഹേതുവായ കോസേറ്റീവ് ഫാക്ടറാണ് മോറൽ ഡിക്ലൈൻ. അർണോൾഡ് ജോസഫ് ടോയിൻബി പറയുന്നത്, ഏതൊക്കെ നഗരം, ഏതൊക്കെ നാഗരികത, ഏതൊക്കെ ദേശത്തിന് ഈ 3 ചലഞ്ചിനെയും ഒരു മീൻ പാത്ത്, ദ ഗോൾഡൻ മീൻ പാത്തിൽ കൂടി ഇതിനെ എങ്ങനെ പ്രതിരോധിക്കുവാൻ സാധിക്കുന്നുവോ അങ്ങനത്തെ സംസ്കാരങ്ങൾ മാത്രമേ നിലനിൽക്കുകയുള്ളൂ. സിവിലൈസേഷൻ ഡൈ ബൈ സൂയിസൈഡ്, നോട്ട് ബൈ മർഡർ എന്നാണ് ടോയിൻബി പറഞ്ഞിരിക്കുന്നത്. ഇത് തന്നെയാണ് വിൽ ഡ്യൂറന്റും. ഇവർ രണ്ടുപേരും ഏകദേശം ഒരു കാലത്ത് ജീവിച്ചിരുന്ന മഹാനായ ചരിത്രകാരന്മാരാണ്. അമേരിക്കൻ ഹിസ്റ്റോറിയനും ബ്രിട്ടീഷ് ഹിസ്റ്റോറിയനുമാണ്. വിൽ ഡ്യൂറന്റ് അമേരിക്കൻ ഹിസ്റ്റോറിയനാണ്. ഡ്യൂറന്റ് തൻ്റെ മാഗ്നം ഓപ്പസ് എല്ലാം എഴുതി കഴിഞ്ഞ് പറയുന്ന ഒരു വാചകമുണ്ട്, എ ഗ്രേറ്റ് സിവിലൈസേഷൻ ഈസ് നോട്ട് കോൺക്വേർഡ് ഫ്രം വിത്തൗട്ട് until it has destroyed itself from within. സ്വയം അകത്ത് ഇതിനെ താങ്ങി നിർത്തുന്ന സംവിധാനങ്ങളെല്ലാം തകർന്ന് തരിപ്പണമാകുമ്പോൾ അതിൻ്റെ കൂടെ ഒരു ശത്രു വന്ന് ഒരു തെള്ളൂടെ കൊടുത്തു കഴിഞ്ഞാൽ ഒരു സംസ്കാരം നശിച്ചു പോവുകയാണ്. ഇന്നത്തെ കാലത്തേക്ക് നമുക്ക് ശ്രദ്ധ തിരിക്കാം. നമ്മുടെ സംസ്കാരം, നമ്മുടെ സമൂഹം ഇത് സോദോം ഗോമോറയുടെ ആത്മാവിനെ ഇന്ന് പ്രകടിപ്പിക്കുന്നുണ്ടോ? വളരെ ഗൗരവമായിട്ട് ചിന്തിക്കണം. സോദോമിലും ഗോമോറയിലും ഉണ്ടായിരുന്ന ജനങ്ങൾ ചെയ്ത വൈകൃതങ്ങൾ, സോദോമി എന്നുള്ള ഒരു ആക്ട് പോലും പിന്നീട് നിയമപുസ്തകങ്ങളിൽ വരെ സോദോമി
എന്ന ഒരു വാക്ക് വരെ വന്ന് അതിനെതിരെയുള്ള പണിഷ്മെന്റ്, അത് ചില രാജ്യങ്ങളിൽ ലീഗലാണ്, ചില രാജ്യങ്ങളിൽ ഇല്ലീഗലാണ്. ആധുനിക ലോകം പല പല വൈകൃതങ്ങൾ, പല പല മോറൽ ഡിക്ലൈനിൽ കൂടെ പോകുമ്പോൾ ചരിത്രം പഠിപ്പിക്കുന്ന ഒരു കാര്യമുണ്ട്. 3 കാരണങ്ങളാലാണ് ഒരു സമൂഹത്തിന്റെ നിലനിൽപ്പ്. ഒന്ന്, സമൂഹത്തിന് അനിയന്ത്രിതമായി സമ്പത്ത് കുമിഞ്ഞു കൂടുമ്പോൾ വളരെ അപകടകരമായ ഒരു കാര്യമാണ്. ഡ്യൂറന്റ് പറഞ്ഞതാണ്. അവിടെ മോറൽ ഡീക്കേ ഉണ്ടാകാനുള്ള എല്ലാവിധ സാധ്യതകളുമുണ്ട്. ആധുനിക ലോകത്തിൽ നാം ഇപ്പോൾ കാണുമ്പോൾ നമ്മുടെ ചെറുപ്പക്കാർ, നമ്മുടെ യുവതലമുറ പറയും, നമ്മുടെ ഗ്രാൻഡ് പേരൻസിനൊന്നും അറിയത്തില്ലായിരുന്നു. They did not enjoy life. We are here to enjoy life. Oh my dear friends, you are reaping the harvest and the sowing was done by your grandparents 100 years ago. 100 വർഷങ്ങൾക്ക് മുമ്പൊക്കെ പട്ടിണി കിടന്ന് കഷ്ടപ്പെട്ട് പടുത്തുയർത്തിയ ഒരു കുടുംബത്തിൻ്റെ ഏറ്റവും ലേറ്റസ്റ്റ് കണ്ണിയായ കൊച്ചുമക്കളൊക്കെ ഇരുന്ന് സമ്പത്ത് കുമിഞ്ഞു കൂടിയപ്പോൾ എല്ലാം മറന്ന് മൊറാലിറ്റി ഒന്നും ഞങ്ങൾക്ക് വേണ്ട, ഞങ്ങൾക്ക് ഫാമിലി വേണ്ട, ഞങ്ങൾക്ക് ബന്ധങ്ങളൊന്നും വേണ്ട, ഞങ്ങൾ പക്ഷികളെ പോലെ തോന്നുന്ന പോലെ ജീവിക്കുമെന്നൊക്കെ പറയുമ്പോൾ ഒരു സംസ്കാരത്തിൻ്റെ മണി മുഴങ്ങുകയാണെന്ന് അർണോൾഡ് ജോസഫ് ടോയിൻബിയും വിൽ ഡ്യൂറന്റും ചരിത്രവും കാലവും എല്ലാം പറയും. ഭക്ഷണത്തിൽ നിയന്ത്രണം നഷ്ടപ്പെടുന്ന ഒരു സംസ്കാരം അധപതനത്തിലേക്കാണ് പോകുന്നത്. എല്ലാം പിന്നെ കൺസ്യൂമിങ് ആണ്. നാക്കിൻ്റെ സെൻസസിൻ്റെ രുചി അതിനെ സാറ്റിസ്ഫൈ ചെയ്യാൻ വേണ്ടിയാണ് പിന്നീട് സംതിങ് അസോസിയേറ്റഡ്, ദ പ്ലഷർ അസോസിയേറ്റഡ് വിത്ത് റീപ്രൊഡക്ഷൻ. ജീവന് 2 കാര്യങ്ങളാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. 1, അതിന് സർവൈവ് ചെയ്യണം, അതിന് ഫുഡ്. 2, അതിന് റീപ്രൊഡ്യൂസ് ചെയ്യണം. സെക്ഷ്വാലിറ്റി, മൊറാലിറ്റി, ഇതിനെ ഏറ്റവും ഭംഗിയായ രീതിയിൽ ഈ തൃഷ്ണകൾ അടക്കാനാവാത്ത തൃഷ്ണ പ്രകൃതി നൽകിയിരിക്കുന്നതാണ്. ഓരോ കോശത്തിന്, ഒരു യൂണിസെല്ലുലാർ ഓർഗനിസം മുതൽ ഡൈനോസറിന് വരെയുള്ള പ്രകൃതി നൽകിയിരിക്കുന്ന ഈ ഇൻസ്റ്റിങ്സിനെ കൺട്രോൾ ചെയ്ത് സ്പിരിച്വൽ ഡൈമെൻഷൻ കൊടുക്കുമ്പോഴാണ് അത് സക്സസ്ഫുൾ സിവിലൈസേഷനായി മാറുന്നത്. വാക്കുകൾ അവസാനിപ്പിക്കുകയാണ്. സോദോം ഗോമോറയെക്കുറിച്ച് പറയുമ്പോൾ ഇങ്ങനെ ഒരു നാശം നമ്മളുടെ സമൂഹത്തിന് ഉണ്ടാകാൻ പാടില്ല, നമ്മുടെ സംസ്കാരത്തിനുണ്ടാകാൻ പാടില്ല. ക്രൈസ്തവ മൂല്യങ്ങൾ കഴിഞ്ഞ 2000 വർഷങ്ങളായിട്ട് അനേക പ്രശ്നങ്ങളും പ്രയാസങ്ങളും പ്രതിസന്ധികളും ഉണ്ടായിട്ടുണ്ടെങ്കിലും, ടോയിൻബി പറയുന്ന പോലെ ചലഞ്ചസ് ഉണ്ടായിട്ടുണ്ടെങ്കിലും അതിനെ ക്രിയാത്മകമായി റെസ്പോണ്ട് ചെയ്ത് അതിനെ ഓവർകം ചെയ്താണ് ഈ 2026 എത്തിച്ചിരിക്കുന്നത്. തലമുറകൾ കണ്ണിയായ ഒരു വിശ്വാസ ചങ്ങലയുടെ ഏറ്റവും ലേറ്റസ്റ്റ് ലിങ്ക്സ് ആണ് നമ്മൾ. ഈ ചങ്ങലയെ ഇവിടെ വെച്ച് പൊട്ടിച്ച് കളയുവാൻ ഈ തലമുറയ്ക്ക് അവകാശമില്ല. ഇത് ഭംഗിയായിട്ട് സൂക്ഷിച്ച് അതിനെ കൂടുതൽ മനോഹരമാക്കി വരും തലമുറകൾക്ക് കൊടുക്കണം. ഡ്യൂറന്റ് പറയുന്നത് പോലെ വെൽത്തിൻ്റെ അക്യുമുലേഷൻ, മോറൽ ഡിക്ലൈൻ, ഇതിനെ ഗൈഡ് ചെയ്യാൻ ഒരു ശക്തമായ നേതൃത്വം വേണം. ലീഡർഷിപ്പ് മാറ്റേഴ്സ്. അത് ആത്മീയ നേതൃത്വമാണെങ്കിലും പൊളിറ്റിക്കൽ ലീഡർഷിപ്പ് ആയാലും ഫാമിലി ലീഡർഷിപ്പ് ആയാലും നേതാവാണ്. പ്രിയമുള്ളവരെ, politicians think about future elections only. Statesmen think about future generations. ധ്യാനിക്കാം. 4000 വർഷങ്ങൾക്ക് മുമ്പ് സോദോമിലും ഗോമറയിലും നടന്ന നാശം. പണം പെരുകിയപ്പോൾ, തൃഷ്ണകൾ, സുഖഭോഗങ്ങൾ പെരുകിയപ്പോൾ ദൈവത്തെ മറന്ന്, ധാർമ്മികത മറന്ന് ജീവിച്ച ഒരു ജനതയ്ക്ക് നാശം സംഭവിക്കുമെന്നുള്ളതിന് യാതൊരു സംശയമില്ല. നാം ആ നാശത്തിൽ വീണുപോകാതെ ഈ നാശത്തെ അതിജീവിക്കുന്ന ശരീരത്തിൻ്റെ മോഹങ്ങൾ, ഭോഗത്തിൻ്റെ തൃഷ്ണ, ഇതിനെ ശക്തമായി പ്രതിരോധിക്കുവാൻ ചരിത്രം നമ്മുടെ മുമ്പിൽ വെച്ചിരിക്കുന്ന ആയുധമാണ് കുരിശ്. നസറേനായ യേശുവിൻ്റെ കുരിശിനെ ധ്യാനിക്കുന്ന ഈ നോയമ്പ് കാലങ്ങളിൽ, ഓ യേശുവേ, ജീവിതത്തിൽ യേശുവിനെ സ്വീകരിക്കുക.
സൊദോം ഗൊമോറയുടെ ആത്മാവിനെ തകർക്കുവാൻ നസറേയനായ യേശുവിൻ്റെ കുരിശിനാണ് സാധിക്കുന്നത്. യെസ്, നസറേത്തിൽ നിന്നും നന്മ വരും. നസറേത്തിൽ നിന്നും ഏറ്റവും വലിയ നന്മ വരും. യേശുവൻ സ്വന്തം, ഹല്ലേലൂയ, എന്നുടെ ഭാഗ്യം ചൊല്ലിക്കൂടാ, പഴയതെല്ലാം കഴിഞ്ഞു പോയി, കണ്ടാലും സർവം പുതിയതായി. പഴയത് വിട്ടോടിക്കോണം. തിരിഞ്ഞു നോക്കി ഉപ്പ് കല്ലായി മാറല്ല, ഉപ്പ് തൂണായി മാറല്ല. പഴയതെല്ലാം കഴിഞ്ഞു പോയി, കണ്ടാലും സർവം പുതുതായി. ആമേൻ.